ഹായ് വെൽക്കം ബാക്ക് ടു നേഹാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു സ്പൈസി നാടൻ ഫുഡ്. ഇത് നൊത്തോലി ഫ്രൈ ആണ്. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിൽ നൊത്തോലി ഫ്രൈ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് താമസിക്കാതെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് നൊത്തോലി എടുത്തിരിക്കുന്നത്. സോ നമുക്കിത് എങ്ങനെയാണ് നല്ല ക്രിപ്സി ആയിട്ട് ഇതിലേക്ക് എന്തൊക്കെ ചേരുവകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഏതിലായാലും കൂടി ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് എല്ലാത്തിലും നല്ല ആൻറ്റിബയോട്ടിക് നമ്മുടെ സ്കിന്ന് ഡിസീസസ്ക്ക് എല്ലാത്തിലും കൂടി നമുക്ക് ഇത് നല്ലൊരു ഉപയോഗകരമുള്ളത്. പിന്നെ അടുത്തതായി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാത്തിനേക്കാളും മെയിനായിട്ട് നമ്മൾ ചേർക്കാനുള്ളത് ഇതിലേക്ക് ഞാനിവിടെ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ചിലർ മാവ് എടുക്കും, പക്ഷേ കോൺഫ്ലവർ എടുത്ത് നോക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിതിവിടെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. എൻ്റെ വീട്ടിലോ എനിക്ക് 2 ഡോഗുണ്ട്. ഒന്ന് ഞങ്ങളുടെ പപ്പ ഉള്ളപ്പോൾ ഉള്ള ഡോഗ്, അതിൻ്റെ പേര് ഡിങ്കു. അത് എപ്പോഴും നമ്മൾ തൊട്ടടുത്ത ആൾക്കാർ വന്നാലും കൂടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി നമ്മളെന്ന് അറിയിക്കും. അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ പപ്പ അതിന് കൊച്ചു കുട്ടി പോലെയാണ് വളർത്തത്. സോ നമുക്ക് ഇവിടെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് നിങ്ങൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും നിങ്ങളിഷ്ടമുള്ള ഓയിൽ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല മണമുണ്ട്. ആ മണം വന്നപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് വായിലെ വെള്ളം വരും. ഇത് നൊത്തോലി നാടൻ ഫ്രൈ, നാടത്തിൽ നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്യുന്നു, നല്ല ക്രിപ്സി ആയിട്ട് ഫ്രൈ ചെയ്യുന്നു. നൊത്തോലി ഫ്രൈ എന്ന് പറഞ്ഞാൽ മതി, പുള്ളിക്കാരനൊക്കെ വായിലങ്ങ് വെള്ളം വരും. സോ നമുക്കിപ്പോൾ ഇതിവിടെ അങ്ങ് പ്രിപ്പയറായി. നമുക്കിത് ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് കൊടുക്കാം. അപ്പം നന്നായിട്ട് എല്ലാ പീസുകളിലോട്ട് നന്നായിട്ട് അങ്ങ് മാവൊക്കെ നന്നായിട്ടും പിടിച്ചങ്ങ് വരും. സോ ഇത് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിതൊരു 5 മിനിറ്റ്സ് റെസ്റ്റിനങ്ങ് കൊടുക്കാം. സോ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ നൊത്തോലിയൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നമുക്കിതിനെ പൊരിച്ചങ്ങ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് വെച്ചിരിക്കാം. നമുക്കിതിപ്പോൾ ഇവിടെ ചൂടായി. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഡീപ് ഫ്രൈക്ക് ഞാനിപ്പോൾ ഇവിടെ ഡീപ് ഫ്രൈക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഞാനങ്ങ് ഇതിൽ ചേർത്തിട്ടുണ്ട്. സോ ഇത് കുറച്ചും കൂടി ചൂടായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ടും ചൂടായി വരുന്നു. അപ്പോൾ ഞാൻ സിമ്മിലോട്ട് വെച്ചിട്ട് ഇത് നൊത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചുമ്മാ ഇരുന്ന് തിന്നാൻ കൂടി നല്ല ടേസ്റ്റാണ്. എൻ്റെ ചേട്ടൻ്റെ പിള്ളേർ വരുവാണെങ്കിൽ അവർക്കൊക്കെ ചുമ്മാ വെറുതെ അങ്ങ് പറിച്ച് കൊടുത്താൽ മതി. അവർ നന്നായിട്ട് അങ്ങ് കഴിക്കും. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം. മോൾക്ക് 2 പേർക്കും കൂടി. എൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനക്കാണ് ഭയങ്കര താല്പര്യം ഇതിനോട്, പൊരിച്ച സാധനങ്ങളിനോട്. ഇതിനോട് മാത്രമല്ല, ഏത് പൊരിച്ചതായാലും അവർക്ക് ഇഷ്ടം തന്നെ.
ഇത് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേ നന്നായിട്ട് അങ്ങ് മുകളിലോ കൂടി അങ്ങ് വെന്തി വരും. സോ നമുക്കിതിപ്പോൾ തുറന്ന് നോക്കാം. വാവ്. സോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കുറച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തീ കൂട്ടി വയ്ക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് മൂപ്പിക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാതെ നമുക്ക് നല്ല തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ച് നമുക്കിതങ്ങ് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചങ്ങ് എടുക്കാം. അടി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കൊരു 10-15 മിനിറ്റ് മസാല നന്നായിട്ടും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമുക്ക് സാധാരണയായിട്ടങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാനുള്ളതേ ഉള്ളൂ. നമുക്കിത് റെഡിയായി വരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് ക്രിപ്സി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങ് ഉണ്ടാവും. ഭയങ്കര ബ്ലാക്ക് ആവാണ്ട് ആവശ്യമൊന്നുമില്ല. നല്ല ക്രിപ്സി ആയിട്ട് വരുള്ളൂ. നമ്മൾ കോൺഫ്ലെക്സ് അല്ലേ ഇതിൽ ഉപയോഗിച്ചത്. സോ നല്ല ക്രിപ്സി ആയിട്ട് അങ്ങ് വരും. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇത് ശരിയാകാനാണ്. ഇത് നമുക്കിനി പ്രിപ്പയർ ആവാറായി. നമുക്കിത് ശരിയാക്കി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ട് വേകാൻ. ഇനി ഞാനിങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മ ആണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യും. അവർ ചിക്കൻ ഫ്രൈ ചെയ്ത മണമെന്ന് വെച്ചാൽ എത്ര നമുക്കിവിടെ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്. പള്ളിയുടെ അടുത്ത് നിന്ന് ഭയങ്കര സ്മെല്ല് വരും അവർ ഉണ്ടാക്കുന്നത്. എത്ര പ്രാവശ്യം ചോദിച്ചോ അവരുടെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. അവർ പറയണത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യണത്, വളരെ സിമ്പിൾ, വേറെ ഒന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ചെയ്യണതെങ്കിൽ നമ്മുടെ പോലെ സ്റ്റവിലൊന്നും അല്ല കേട്ടോ, അടുപ്പ് കത്തിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ അവർ ചിക്കൻ പൊരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അവരെങ്ങനെയാണ് ചിക്കൻ പൊരിക്കുന്നത്. അവർ പൊരിച്ചാൽ ഞങ്ങൾ മൂത്തേട്ടന് അവർ ഒരു ബാങ്ക് മാനേജറാണ്. നമ്മളെല്ലാവരും അങ്ങ് ചട്ടിയുണ്ടാടി അടുത്ത് തന്നെ നിന്നങ്ങ് കഴിച്ച് തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റ് അവർ ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ തീ കുറയ്ക്കാം. നമ്മൾ ഇതൊക്കെ റെഡി ആവാനായി 2 മിനിറ്റ്സ് കൂടി ഉണ്ട്. സോ നമുക്കിപ്പോൾ ഇതെല്ലാം ശരിയായി വന്നു. തീ കുറച്ചിട്ടിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് അങ്ങ് എടുക്കാം. ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഓയിലുണ്ടെങ്കിൽ അങ്ങ് മാറും. നമുക്കിവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നത്തോലി ഫ്രൈ നമുക്ക് റെഡിയായി. ഇത് നാടൻ സ്റ്റൈലിലുള്ള നത്തോലി ഫ്രൈ നമുക്ക് റെഡിയായി. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത് ഭയങ്കര ജോലിയൊന്നുമല്ല, ചെറിയൊരു ജോലി. ഒരു 5-10 മിനിറ്റ്സിൽ നമുക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ. സോ പിന്നെ ഈ കറിവേപ്പില പിന്നെ ഈ മുളക് ഇതെല്ലാം എൻ്റെ ഗാർഡനിലുള്ളതാണ്. അത് എൻ്റെ ഗാർഡന് എൻ്റെ ഹസ്ബൻഡ് വീട് വെച്ചപ്പോഴേ മുകളിലും എല്ലാ ഗാർഡനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിലോ എൻ്റെ കൃഷി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. താഴെയാണ് പൂ ഗാർഡനും, മുകളിലാണ് എല്ലാ വെജിറ്റബിൾസ് ഗാർഡനും, ബീൻസ്,
എന്തൊക്കെ കറികൾ എന്തൊക്കെ വെജിറ്റബിൾസ് നമ്മളെ കൊണ്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം അടുത്ത വീഡിയോയിൽ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.